നമസ്കാരം, നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇനി മുതൽ ചെമ്മീനും മത്തിയും ഒക്കെ മലയാളികൾക്ക് കഴിക്കണമെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമോ? നമ്മുടെ മത്സ്യസമ്പത്തും പ്രകൃതി സമ്പത്തും എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുമോ? ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാർ നമ്മുടെ രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒന്നാണ്. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ യൂറോപ്പിലെ ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ എളുപ്പത്തിൽ കൊണ്ടുപോയി വിൽക്കാനും അവിടെയുള്ള മികച്ച സാങ്കേതിക വിദ്യകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു ചങ്ങാത്തമാണിത്. നിലവിൽ മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ വലിയൊരു തുക നികുതിയായി നൽകേണ്ടി വരുന്നുണ്ട്. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ആ നികുതി ഭാരം കുറയുകയും നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാർക്കും വ്യവസായികൾക്കും കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്യും. സാധാരണക്കാരായ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം പുതിയ തൊഴിലവസരങ്ങളാണ്. ഇന്ത്യയിലെ കമ്പനികൾക്ക് യൂറോപ്പിലേക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കുമ്പോൾ അവർക്ക് കൂടുതൽ തൊഴിലാളികളെ ആവശ്യമായി വരും. ഇത് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ജോലി ലഭിക്കാൻ സഹായിക്കും. കൂടാതെ യൂറോപ്പിൽ നിന്നുള്ള മികച്ച നിലവാരമുള്ള യന്ത്രങ്ങളും മരുന്നുകളും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ ലഭ്യമാകാനും ഇത് കാരണമാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള നിയമങ്ങളിൽ ഇളവുകൾ ലഭിക്കാനും ഇത്തരം കരാറുകൾ വഴി സാധിക്കാറുണ്ട്. മലയാളികൾക്ക് ഈ കരാർ കൊണ്ട് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക്, കാപ്പി, തേയില തുടങ്ങിയ സുഗന്ധ വിജ്ഞാനങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്പിൽ വലിയ വിപണിയുണ്ട്. കരാർ വരുന്നതോടെ ഇടനിലക്കാരില്ലാതെ മികച്ച വിലയ്ക്ക് ഇവ അവിടെ വിൽക്കാൻ സാധിക്കും. അതുപോലെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ കടൽ വിഭവങ്ങൾ യൂറോപ്പിലെ വിപണികളിൽ എത്തിക്കാൻ കൂടുതൽ എളുപ്പമാകും. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും യൂറോപ്പിൽ മികച്ച ജോലികൾ ലഭിക്കാനും ഈ കരാർ വഴിയൊരുക്കും. ശരിയായ രീതിയിൽ ഇത് നടപ്പിലാക്കിയാൽ കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയരാൻ ഇത് തീർച്ചയായും സഹായിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.